ഞാൻ എന്റെ അടുക്ക് വന്നാണ് മന വിളിക്കാനും മന കാണാനില്ല അപ്പൊ ജി വരാണ്ടിട്ട് ഇവിടെ നിന്നാണ്. മന വിളിക്കാനോ? ആ പണിക്ക്. അല്ല എന്റെ അടുക്ക് എന്റെ വീട്ടിക്ക്. എന്റെ പെരേക്കോ? എന്റെ പെരക്ക് എന്ത് പണി? എന്റെ ഒരു ഭാഗയ്യ എന്നിട്ട് എന്റെ അമ്മക്ക് കായ്യാ എന്റെ അവിടെ ഭാഗമില്ലാന്ന് വെച്ചാണ് തീരുമാനിക്കുക. അത് കൊടുക്കും ചെയ്യുമല്ലോ. ആ കട അങ്ങോട്ട് അത് അത് അങ്ങനെയല്ല ചെല്ല് എന്നും ഒരാളുടെ പൈസ ഉണ്ടാവോ? ചിരിപ്പിക്കലോടെ കാര്യം പറഞ്ഞാണ്. എന്റെ അമ്മ എവിടെ പോയിക്കണത് പറഞ്ഞു. ഞാൻ രാവിലെ പോയടാ അവിടുന്ന്. അതെന്തേ? കഴിഞ്ഞതല്ലേ ഇപ്പോഴും കഴിഞ്ഞില്ല എനിക്ക് നടക്കല്. അല്ലടാ കടികുട്ടിയാത്താനെ കണ്ടിട്ടില്ല, കൊറേ ആയിട്ടാണ് കണ്ടിട്ട്. 25 കഴിഞ്ഞതല്ലേ. ഞാനിനി ഓരോ എന്തെങ്കിലും കുറ്റങ്ങ് കിട്ടിക്കോട്ടെ വെച്ച് പോയതാണ്. നോക്കുമ്പോ മോനെ കടികുട്ടിയാത്ത കൊറേ പറഞ്ഞു. എന്താ പറഞ്ഞു? രസമായടാ, ഭയങ്കര രസമായി. എന്താ പറഞ്ഞത്? കടികുട്ടിയാത്ത ചെന്നപ്പോ കടികുട്ടിയാത്ത അവിടെ ഒറ്റക്കോള്. ആ മരിയോള് കുസറുണ്ടല്ലോ അത് അവിടെ ഇല്ല. എന്നോട് പറയാനും കടികുട്ടിയാത്ത കല്യാണ ബഷീറില്ല, കടികുട്ടിയാക്കാന്റെ മോന് ബഷീറിന് ആകെ ഒരു മോന് ബഷീർ, ഒരു മോള് എന്താണ് സഫിയ. സഫിയല്ലോ. സഫിയ എന്താണ് എന്റെ പേര്? ബഷീർ മാത്രല്ലോ കടികുട്ടിത്താത്ത മക്കളായിട്ട്. അപ്പൊ ഈ റസിയാനെ കല്യാണം ആദ്യം കഴിഞ്ഞല്ലോ. പിന്നെ ഈ ബഷീറിന്റെ കല്യാണം കഴിക്കുമ്പോ കടികുട്ടിത്താത്ത പറഞ്ഞു കടികുട്ടിത്താത്താന്റെ ആങ്ങളെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. അപ്പൊ ഒരു വിചാരിച്ചു കാണിച്ചാണ്ടാ, എത്രയായാലും ആങ്ങളെ മോളെ കല്യാണം കഴിച്ചാല് സ്വന്തം ആൾക്കാരല്ലേ, അതിനെക്കാട്ടി ഒരു സ്നേഹം കൂടുമല്ലോ. അങ്ങനെ മോനെ കടികുട്ടിത്താത്ത എന്നോട് കൊറേ പറഞ്ഞു. കടികുട്ടിത്താത്താൻ ഒറ്റ കാരണം അത്ര ആങ്ങളെ മോളെ കല്യാണം കഴിച്ചിരുന്നു. ഈ പെണ്ണ് ആദ്യം വരുമ്പോ അമ്മായിയേ എന്ന് പറഞ്ഞിട്ട് എന്താത്ര പെണ്ണ് അതൊക്കെ അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാണ്. അങ്ങനെ പെണ്ണിന്റെ പാപം മാറി. പെണ്ണ് കല്യാണം കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ബഷീറിന് ഓരോന്ന് കുത്തുത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പെണ്ണിന് ആരോട് ഈ ചെക്കൻ കൊണ്ടുവന്ന പെണ്ണിന് ഇഷ്ടം. പെണ്ണ് ഭയങ്കര ദേഷ്യം കാര്യങ്ങളാണ്. സംശയമല്ല, ചെക്ക ആരും മുന്നേ ഇഷ്ടമല്ല. പെണ്ണ് നിന്നിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെറിയ കാര്യം ആൾക്കാരും ഒക്കെ. അപ്പൊ ആൾക്കാരൊക്കെ പറയല്ലോ നല്ല സ്വഭാവമാണ് ഈ പെണ്ണ്, നല്ല സ്വഭാവമാണ് പെണ്ണ്. പെണ്ണ് പെരയിലല്ലേ ആൾക്കാർക്ക് അറിയുള്ളൂ. പെരയിലാണ് പ്രശ്നം, പുറത്ത് പ്രശ്നമില്ല. പെണ്ണ് എന്നിട്ട് ഈ ചെക്കനെ കുട്ടിയാക്കും. ആരെയും വിളിച്ചിട്ട് പെണ്ണും ആള് പോവൂല. അപ്പൊ എന്താ വരാത്ത കാരണപ്പോ എന്റെ മാപ്പിള പറഞ്ഞാഴ്ചയൊക്കെ വരാൻ പറ്റുള്ളൂ, മാപ്പിള പറഞ്ഞാഴ്ചയൊക്കെ പോകാൻ പറ്റുള്ളൂ. അതൊന്നല്ല. എന്നോട് പറയാ കറിത്താത്ത എന്തായാലും റസിയ നോമ്പറക്കാനല്ലേ, നോമ്പറക്കാൻ വിളിക്കാൻ ചെന്നപ്പോ പെണ്ണ് പറയാത്ര എനിക്ക് വെച്ചിട്ടാക്കാനൊന്നും പറ്റൂല, നിങ്ങളെ ഉണ്ടാക്കിക്കോളി. എന്നും തരും കല്യാണം കഴിഞ്ഞല്ലോ, എന്ന് കല്യാണം കഴിഞ്ഞതാണ്, എപ്പോഴും നോമ്പറക്കല താത്താക്ക് മനസ്സിലാക്കിക്കൂടെ? അതുകൂടി താത്ത പറഞ്ഞു എന്ത് ഭർത്താനജി പറഞ്ഞ ആകെ ഒരു പെണ്ണല്ലേ ഉള്ളൂ, മകളല്ലേ ഉള്ളൂ, ഓളെ നോമ്പറപ്പിക്കാൻ ഇച്ചിപ്പോ പൈസ ഒന്നും എടുക്കണ്ട, എനിക്ക് ഇന്റെ അടുത്ത് പൈസ ഉണ്ട് കാരണം. അപ്പൊ ഇവളാണ് ചൂടായത്. പൈസ ഉണ്ടായാലും കാര്യമില്ല, പണിയൊക്കെ ഞാൻ ചെയ്യണം, നിങ്ങളെ ഓൺലൈന് മറ്റേ ഓൺലൈന് എന്താണ് പാർസലൊക്കെ കൊടുന്നോളി. എന്നിട്ട് ഈ പെണ്ണ് ഒറ്റ പോകുമ്പോ നല്ല പടക്കാൻ വിട്ട പോലെ ആ സാധനം വിട്ടമാര് ഒറ്റ പോക്ക് പോയത്ര. അങ്ങനെ ബഷീർ വന്ന് വന്നപ്പോ പെണ്ണ് കടിക്കുടിക്കാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞത്ര, ഏടാ എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയി. ബഷീർ എടുത്തേക്ക് പറഞ്ഞത്ര ഓളങ്ങനെ ഒന്നും പോവില്ല, ഇമ്മ എന്തെങ്കിലും പറഞ്ഞിണ്ടാവും. അപ്പൊ ഉമ്മ കടിക്കുടിക്കാത്ത അതല്ലടാ ഞാനിങ്ങനെ ഓളെ റസിയാനെ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ട് ഇതാണ് ഇവിടെ ആ മോളെ വിളിക്കാൻ വേണ്ടിട്ട് ഞാന് ഇതാക്കിയതാണ്. അതില് ബഷീർ
അതൊന്നും ആവില്ല, അതൊന്നും അല്ല. നിങ്ങൾ ഓളെന്തേലും പറഞ്ഞോളൂ. കല്യാണം ഇന്നും തന്നെയല്ലേ കഴിഞ്ഞിരിക്കുന്നത്. എത്ര കാര്യം കല്യാണം കഴിഞ്ഞിട്ട്. ശരി, പെങ്കോത്ത് അങ്ങനെ പറഞ്ഞു. നിങ്ങളെ വാക്കാട്ട് ഇവരും പറഞ്ഞു. ഒരു പോക്കാണ് പോയിട്ട്. ഒരു കഥ കുട്ടിയാത്ത അറിയാം. ഞാനിപ്പോ എന്താ ചെയ്യാ മോനെ, എന്റെ ഇതാണ് മക്കളെന്ന് അറിയാ. കുടുംബത്തിന് കല്യാണം കഴിച്ചപ്പോ എന്താണ് എന്ത് പറയാ, എന്നെ നോക്കൂന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇപ്പൊ ഇന്നെ നോക്കലും ഉണ്ടായില്ല. എന്നാ അന്യ പെണ്ണുങ്ങളെടുക്കാൻ ഇനിയിപ്പോ എന്നിട്ടിപ്പോ അല്ലെങ്കിൽ നല്ലവരുണ്ട്, എല്ലാത്തവരുണ്ട്. പെണ്ണ് ചൊരചൊരാന്ന് എന്തൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തു. ഞങ്ങളപ്പോ കടത്തി എന്തായാലും ഇങ്ങനത്തെ കാര്യം കേൾക്കണം, കുഞ്ഞാപ്പൂനെ കാണണം. എന്തായാലും എന്നാലും ഇതൊക്കെ കേൾക്കാനല്ലോ. ഞാൻ ഒന്നും മണ്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് പിന്നെ വരികയുണ്ട്, ഞാനൊക്കെ ഇതിന് തെരഞ്ഞെടുപ്പിന്റെ ഒന്നുമില്ല, ഒന്നും തന്നില്ല. എനിക്കൊന്നും ആണെന്റെ കഥ കുടിക്കാത്ത നിങ്ങളെ വർത്താനം കേട്ടോ വെക്കാനും സങ്കടമായി. അങ്ങോട്ട് കൊടുക്കാൻ തോന്നിണ്ടാവും അല്ലേ? അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അല്ല തോന്നിയിട്ടുണ്ടാവുന്ന തോന്നാനാണ് ആദ്യം തന്നാലൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞാപ്പ ഞാൻ പിന്നെ വരണ്ടെന്നാ പിന്നെയും പിന്നെ അപ്രാവശ്യം പറയാം. ഞാൻ പോട്ടെ, നിമ്മ കാര്യം വെട്ടിക്കാം അവിടെ ഉണ്ടെങ്കിൽ അവളില്ല, അവിടെ ഞാൻ പോയി. പോയതാണെന്ന് അറിയിട്ട് അവളില്ല. പോയ